സ്ത്രീ സംവരണത്തിൻ്റെ സംഗതിയിൽ ഒരു കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്നുള്ള സ്വഭാവത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നതാണെന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ 2023 ചർച്ചയിൽ അന്ന് പാസ്സാക്കിയെടുത്ത നിയമം, ആ നിയമം ഭദ്രമായിട്ട് അവിടെ ഉണ്ട്. ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ അത് വെച്ച് നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഞങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് ഖാർഗെജി ഞങ്ങളുടെ അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആസ് ഓൺ ടുഡേ വെച്ചിട്ട് നിങ്ങൾ ഈ സംവരണ തത്വം നടപ്പിലാക്കും, പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അത് നീട്ടി കൊണ്ടുപോയി. ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും അപകടകരമായൊരു സ്ഥിതിയിലേക്ക് ഇത് പോവുകയാണ്. കാരണം ഇവർ ഈ സംവരണത്തിൻ്റെ സംഗതിയും ഡീലിമിറ്റേഷൻ്റെ സംഗതിയും കൂടി ക്ലബ് ചെയ്തപ്പോൾ ഒരുമിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ വന്നു. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നേരത്തെ സൗകര്യപ്രദമായിട്ട് അങ്ങ് തുടങ്ങി വെക്കാമായിരുന്ന ഞങ്ങളെല്ലാവരും അംഗീകരിച്ച് കൊടുത്തിട്ടുള്ള തർക്കമില്ലാത്ത വിധത്തിലുള്ള സംവരണ തത്വം ഇന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 131 ഭരണഘടനാ ഭേദഗതിയുണ്ട്. ഡീലിമിറ്റേഷൻ്റെ ആ പ്രോസസ്സാണ്. അത് ഭരണഘടന 81 ക്ലോസുകൾ പ്രകാരമുള്ള അതിൻ്റെ സംവിധാനത്തെപ്പറ്റി പറയുന്ന സംഗതിയാണ്. ഇവരിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോസ് 81 പ്രകാരമുള്ള കാര്യങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പവറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ചെയ്യാൻ ഒക്കില്ല. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്ന നടപടിയും വേണം. അതിൻ്റെ പരിധിയിൽ നിന്ന് അത് എടുത്തു മാറ്റി ഒരു സാധാരണ നിയമമൊക്കെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊട്ടക്ഷനുള്ള ഒരു നിയമത്തെ ദുർബലപ്പെടുത്തുന്ന സംഗതി കൂടി ഇതിനെ കൂടെ വെച്ചു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കാരണം അവർക്ക് ചെയ്യാമായിരുന്ന സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന സംഗതി ഇതിൻ്റെ കൂടി നമുക്കൊരു കാര്യം ഉറപ്പാണ്. എന്താണ് കാര്യം? ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യേണ്ടതിൻ്റെ യുക്തി എന്താണ്? ആ യുക്തി എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൻ്റെ കാര്യവും കൺഫ്യൂസ് ചെയ്യപ്പെടും, ഭരണഘടനാ ഭേദഗതിയുടെ കാര്യവും കൂടുതൽ അപകടത്തിലേക്ക് പോകും. ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJPക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല കാര്യത്തിൽ. ഇപ്പോൾ രണ്ടും സങ്കീർണമായി, ഭരണഘടനാ ഭേദഗതിയും സങ്കീർണമായി, ഈ കാര്യം സങ്കീർണമായി എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിലുള്ള ഞങ്ങളുടെ കൺസേൺ കൂടി ഞങ്ങൾ നിങ്ങളോട് പങ്കിടുകയാണ്. അപ്പോൾ അവരെടുത്തു പോന്നിട്ട സമീപനം ഒരു ഭാഗത്ത് ഞങ്ങളെല്ലാം തന്നെ സംവരണത്തിന് അനുകൂലമാണെന്ന സമീപനം എടുക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിന് വിരുദ്ധമായി അതില്ലാതാക്കാൻ വേണ്ടിയുള്ള വിദ്യ പ്രയോഗിക്കുകയും ചെയ്യുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്നത്തെ സ്റ്റാൻഡ് ആവർത്തിച്ച് പറയുകയാണ്. അന്നത്തെ സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സംവരണ തത്വത്തെ അംഗീകരിക്കുന്നവരാണ്. അതിനെ കൂടെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഈ സംവരണത്തിൻ്റെ കോട്ടനുള്ളിൽ സബ് കോട്ട ആയിട്ട് ഇപ്പോൾ SC STക്ക് ഉണ്ട്, അതുപോലെ OBCയുടെ കൂടി വേണമെന്ന് അത് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഭരണഘടന 131 ഭേദഗതിയോട് യാതൊരു വിധത്തിലും യോജിച്ച് നിൽക്കാൻ ഒക്കില്ല. അതിനോട് ഞങ്ങൾ ശക്തമായിട്ട് അതിന് വിയോജിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾ അന്ന് എടുത്തിട്ട സ്റ്റാൻഡ്. ഇപ്പോഴാണ് ഇതിൻ്റെ ഈ 131 ഭരണഘടന ഭേദഗതി വരുന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞാൽ അപകടമുള്ള കാര്യമാണ് വലിയ തോതിൽ. അതായത് ഈ അധികാരങ്ങൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ കയ്യിലുള്ള അധികാരങ്ങൾ ഇങ്ങനെ കുറച്ച് ഇപ്പോൾ ഡീലിമിറ്റേഷൻ പോലുള്ള സംഗതി ഒരു സാധാരണ നിയമമാക്കി മാറ്റിയെടുത്താൽ അവർക്ക് അത് വെച്ചിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ ഗെയിം രാജ്യത്ത് കളിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ഇതാണ് ബ്രീഫായിട്ട് പറയാനുള്ളത്. വനിതാ സംവരണം BJP കൊണ്ടുവന്നിട്ടതെല്ലാം തെരഞ്ഞെടുപ്പുകളോട് അനുബന്ധിച്ചാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ ഇതൊരു വോട്ടിനുള്ള ഒരായുധം മാത്രമാണോ BJP? വളരെ പ്രസക്തമായ ചോദ്യം അത്. കാര്യം എന്ന് വെച്ചാൽ അവരേത് സമയത്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഇത്തരം നിയമങ്ങൾ നിങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഇത് മാത്രമല്ല, അങ്ങനെ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങളിലുള്ള പല നിയമങ്ങളും ഈ സ്വഭാവത്തിൽ അവർ കൊണ്ടുവന്നത് ഇത് വെച്ചുകൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രയോ കാലമായി പാർലമെൻറ്റിലെ നടപടിച്ചട്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രക്കാരാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ അജണ്ട കിട്ടുന്നതിന് അജണ്ട എന്താണ് ഈ ഭരണഘടനാ ഭേദഗതി. ഒരു ഭരണഘടനാ ഭേദഗതിയെ പറ്റിയുള്ള സർക്കാരിൻ്റെ ഒരു സമീപനം കെട്ടിപ്പൊതിഞ്ഞ് രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? തലേന്ന് 4 മണിക്കാണ് ഞങ്ങൾക്ക് സാധനം കിട്ടുന്നത്. എന്നിട്ട് അത് പെട്ടെന്ന് ഡിസ്കഷൻ വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും തകിടം മറിക്കുന്ന വിധത്തിലുള്ള സമീപനമാണ്. രാഷ്ട്രീയം തന്നെ ചോദിച്ച വളരെ ശരിയാണ്. ആ രാഷ്ട്രീയ ദുഷ്ടലാക്കല്ലാതെ ആത്മാർത്ഥത കാര്യത്തിൽ അവർക്കില്ല.